നമസ്കാരം. അഭിമാനമാകണം ആദരവ്. ആർക്കും ആരോടും എന്തും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്നൊരു ചിന്ത സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്ന അവസ്ഥയാണ് ഏറെ അസഹനീയം. അധികാരം എന്തിനു വേണ്ടിയാണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരാണ് ഇക്കൂട്ടര്. അതുപോലെ തന്നെയാണ് സംഘടിത ശക്തി ഉപയോഗിച്ചും അധിക്ഷേപിച്ചും അക്രമം നടത്തിയും ആരെയും അടിച്ചിരുത്താമെന്ന ചിന്തയും. എന്നിട്ടും ഇതിനെല്ലാം ന്യായീകരണം നിരത്തും. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തുക അത്ര എളുപ്പമല്ല. ഇരകൾ മിക്കവരും ഏറ്റുമുട്ടലിനൊന്നും തുനിയാതെ തലയൂരിപ്പോരും. അത് ചിലർക്ക് വളമാകും. ധീരമായി നേരിടുന്നവരെ പരമാവധി ഞെരുക്കും. ആക്രമിക്കാനും ചിലപ്പോൾ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. ഇതിനെയെല്ലാം അവഗണിച്ച് പിടിച്ചു നിൽക്കാൻ എത്ര പേർക്ക് സാധിക്കും? കോട്ടയത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ വനിതാ ജഡ്ജിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ 29 അഭിഭാഷകർ 6 മാസത്തേക്ക് പാവങ്ങൾക്ക് സൗജന്യ സേവനം നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ലീഗൽ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് വേണം ഈ നല്ല നടപ്പ് ശിക്ഷ ഏറ്റുവാങ്ങാൻ. പുരോഗതി വിലയിരുത്തി 6 മാസത്തിന് ശേഷം റിപ്പോർട്ട് നൽകണമെന്നും സൊസൈറ്റിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വമേധയാ എടുത്ത കോടതിയലക്ഷ്യ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സംഭവത്തിൽ അഭിഭാഷകർ നിരുപാധിക മാപ്പ് അപേക്ഷിച്ചിരുന്നു. എന്നാൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അഭിഭാഷകരിൽ ഒരാളൊഴിച്ച് എല്ലാവരും ഈ സൗജന്യ സേവന ശിക്ഷ അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 23-നായിരുന്നു സംഭവം. അഭിഭാഷകർ മോശപ്പെട്ട മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നത് സാമാന്യ മര്യാദ മാത്രമാണ്. ഇതെല്ലാവർക്കും ബാധകമാണെങ്കിലും പൊതുസമൂഹം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില തൊഴിലുകളിൽ അത് കൂടുതൽ ആവശ്യമായി വരും. പോലീസ് നിരന്തരം വിമർശനങ്ങൾക്കിരയാകുന്ന വിഭാഗമാണ്. പക്ഷേ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ജോലി ഭാരവും പലരും തിരിച്ചറിയുന്നില്ല. മേലധികാരികളിൽ നിന്നും അവരിൽ പലർക്കും വലിയ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് പോലീസുകാരുടെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്നുവെന്ന കാര്യം ഈയിടെ വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. ഏത് രംഗത്തായാലും മാന്യമായും പരസ്പര ആദരവോടെയും പെരുമാറുക എന്നത് പ്രധാനമാണ്. സ്വയം നിയന്ത്രണം സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ പരിധി വിടുന്നവരെ പിടികൂടാനും സാധിക്കണം. ഓംബുഡ്സ്മാൻ പോലെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിലും അതിന്റെ ഒന്നും പരിധിയിൽ വരാത്ത എത്രയോ മേഖലകളുണ്ട്. മാധ്യമരംഗത്തും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന പല സംഭവങ്ങളും അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നു. ഷിരൂർ ദുരന്തത്തിൽ ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും വലിയ വിമർശനത്തിനിരയായി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി ഉയരുമെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഇവിടെയും ആവശ്യമായിരുന്നുവെന്ന് ചിന്തിക്കുന്നവരും ഏറെ. കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും മുണ്ടും ഷർട്ടും സ്നേഹോപകാരമായി നൽകി. കഴിഞ്ഞ 3 വർഷക്കാലം ഇവർ തങ്ങളോട് കാണിച്ച മാന്യമായ ഇടപെടലിനുള്ള പ്രതികരണമായിരുന്നു കുട്ടികളുടെ ഈ സ്നേഹ സമ്മാനം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളോടുള്ള ബസ് ജീവനക്കാരുടെ പെരുമാറ്റം പലപ്പോഴും തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പോലും ഇടയാക്കാറുണ്ട്. എന്നാൽ കോഴിക്കോട് വെള്ളമാടിക്കുന്ന് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐഡിയൽ ബസ്സിലെ ജീവനക്കാരായ അനിയും മുരളിയും തങ്ങളോട് ഒരിക്കൽ പോലും ഇവർ മോശമായി പെരുമാറിയിട്ടില്ലെന്നാണ് ഈ വിദ്യാർത്ഥിനികൾ പറയുന്നത്. MLT പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾ വീണ്ടും ഇതേ ബസ്സിലെത്തി സമ്മാനം കൈമാറി. തൊഴിലുമായി ബന്ധപ്പെട്ട് ആദ്യമായി ലഭിച്ച ഈ സ്നേഹ സമ്മാനത്തിന്റെ അത്ഭുതത്തിലും അഭിമാനത്തിലുമാണ് അനിയും മുരളിയും. സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. അയൽക്കാർക്ക് വഴി നൽകാത്തവരുടെയും ഉള്ള വഴി കെട്ടിയടയ്ക്കുന്നവരുടെയും അനുമതി കൂടാതെ ബലമായി വഴിവെട്ടുന്നവരുടെയും ഒക്കെ കഥകൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട്. കോട്ടയം വാകത്താനം പുത്തൻചന്ത ചിറയിൽ വീട്ടിൽ CS ബിജു തനിക്ക് ആകെയുള്ള 6 സെന്റിൽ 1.5 സെന്റ് സ്ഥലം അയൽപ്പക്കത്തെ വീട്ടുകാർക്ക് വഴിക്കായി കഴിഞ്ഞ ദിവസം സൗജന്യമായി വിട്ടുകൊടുത്തു. കൂലിപ്പണിക്കാരനായ ബിജുവിന്റെ വീടിന് പിറകിൽ താമസിക്കുന്നവർക്ക് ഒരു നടപ്പാതയുണ്ടെങ്കിലും ഒരു ഓട്ടോ പോലും കടന്നു പോകില്ല. ആശുപത്രിയിൽ പോകാനോ വീട്ടു സാധനങ്ങൾ ഇറക്കാനോ ഒന്നും അയൽക്കാർക്ക് സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമായി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ത്യജിക്കുമ്പോഴാണ് അപരർക്കത് ആശ്വാസമാകുന്നത്. അതിന് അറിവും പദവിയും മാത്രം പോരാ, അതിലും വലിയൊരു മനസ്സുണ്ടാവണം. നമസ്കാരം.